നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഓർക്കുക മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ അനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, അങ്ങയുടെ മക്കള് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ശിരസുകൾ നമിച്ച് കൈകൾ കുപ്പി ഭക്ത്യാദരവോടെ ദൈവശിരസിനെ വ്യാപരിക്കുക. എൻ്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. എൻ്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുഗതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കർത്താവിൻ്റെ കൈകൾ നിന്റെ ശിരസിൽ വിശ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൈകൾ നിന്റെ സന്ധിബന്ധങ്ങളെ സ്പർശിക്കട്ടെ. കർത്താവിൻ്റെ കൈകൾ നിന്റെ മാംസപേശികളെ സ്പർശിക്കട്ടെ. കർത്താവിൻ്റെ ആണിപ്രദാർന്ന അത്ഭുത കൈകൾ സന്ധിബന്ധങ്ങളിലും മാംസപേശികളിലും രക്തഞരമ്പുകളിലും ശരീരകോശങ്ങളിലും സ്പർശിക്കട്ടെ. എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിവിധമായ രോഗങ്ങൾ, പീഡകൾ, ഭാരങ്ങൾ, തകർച്ചകളൊക്കെ വന്നിട്ടുള്ള എല്ലാ മക്കളും ഈ പ്രഭാതത്തിൽ ഈ കുരിശിൻ്റെ അടയാളത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ആവേശം പ്രാപിക്കട്ടെ, ഉജ്ജ്വലമായി ഉയർത്തി നിൽക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്നെ വലട്ടുന്ന പ്രശ്നങ്ങൾ, നീ സങ്കടത്തോടെയും ഭാരത്തോടെയും ഉത്കണ്ഠയോടെയും ഭയത്തോടെയും നോക്കിക്കാണുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, സംഭവങ്ങൾ, സംഭവസ്ഥലങ്ങൾ, ഓഫീസുകൾ, പണിയിടങ്ങൾ, തൊഴിലിടങ്ങൾ എല്ലാം ഇപ്പോഴും കർത്താവ് ഏറ്റെടുക്കട്ടെ. എൻ്റെ കർത്താവെ, അതായത് പലതര ഉത്തരവാദിത്തങ്ങൾ ഉച്ച മുതൽ ഇന്ന് 2-3 ദിവസം ഉറങ്ങാതെ ഇരുന്നാലും ചെയ്യാത്ത ജോലിയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ജോലി കണ്ടിട്ട് വിഷമിക്കുന്നവരുണ്ട്. അത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ആദ്യം കൊണ്ട് പ്രഷർ കയറുന്നവരുണ്ട്. കർത്താവെ, ആരും സഹായിക്കാനുള്ളവരൊക്കെ മുട്ടായിത്തു പറഞ്ഞ് ഓരോരോ കാലുവാരി പോയവരുണ്ട്, അതിനുള്ള ഒറ്റക്കായി പോയവരുണ്ട്. കർത്താവെ, ഇവർക്ക് ശക്തി കൊടുക്കണം, ഇവർക്ക് ആത്മധൈര്യം കൊടുക്കണം. അവർക്ക് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ആവശ്യമായ, പിന്നെ അനാവശ്യമായിട്ടും ആധാർമികമായിട്ടും അനീതിപരമായിട്ടും അവരെ അലട്ടുന്ന മറ്റ് വ്യക്തികളുടെ ഉണ്ടാകുന്ന പാരവെപ്പുകൾ, അതുപോലെ തന്നെ അലട്ടലുകൾ, അതുപോലെ തന്നെ ചതിപ്രയോഗങ്ങൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകൾ, അവഗണിക്കപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ സംരക്ഷിക്കപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധദൂതന്മാർ നിനക്ക് ചുറ്റും കാവൽ നിൽക്കട്ടെ. ഇന്നത്തെ ദിവസം നീ ജയിച്ചു വരാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മക്കളെ, നമ്മളെ രസകരമായ ഒരു സന്ദേശമാണ് നമ്മൾ
കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. അതായത് ക്രിസ്തുവിനെ അറിയണത് രണ്ട് അപ്പോസ്തലന്മാർ രണ്ട് തരത്തിലാണ്. അത് ആദ്യത്തെ ഒരു അറിവുണ്ട്, അവസാനത്തെ ഒരു അറിവുണ്ട്. ആദ്യത്തെ അറിവ് പത്രോസ് കർത്താവ് കടലിന് മീതെ വരികയാണ്. മത്തായിയുടെ സുവിശേഷം 14:28 കാര്യം അപ്പം വർദ്ധിപ്പിച്ച ദിവസം രാത്രി മലയിലേക്ക് പോയി പ്രാർത്ഥിച്ച ശേഷം കർത്താവ് അപ്പം ആ അപ്പോസ്തലന്മാർ അക്കരയ്ക്ക് പറഞ്ഞു വിട്ടതിന് ശേഷം കർത്താവ് 4 യാമത്തിൽ അപ്പോൾ ഇരുട്ടുണ്ട്, പക്ഷേ ഇടിമിന്നലുണ്ടെന്ന് തോന്നണം, അല്ലെങ്കിൽ നക്ഷത്രത്തിൻ്റെ നാട്ടുവെളിച്ചം കടൽ വെളിച്ചം ഉണ്ടാവും. ആ വെളിച്ചത്തിൽ ഈ കടലിന് മീതെ നടന്നു വരുന്ന ഒരാളെ കാണുന്നുണ്ട്, പക്ഷെ വ്യക്തമല്ല. അപ്പോൾ കർത്താവിന് പറഞ്ഞത് കർത്താവിൻ്റെ ചീകൊതിക്കും മുടിയും കർത്താവിൻ്റെ പറക്കുന്ന ഷോളും ഉടുപ്പും കർത്താവിൻ്റെ പൊക്കവും കർത്താവിൻ്റെ ഒരു മാനറിസം ഒക്കെ ഉണ്ടല്ലോ, നടക്കണം, അതെല്ലാം കണ്ടിട്ടാണ് പത്രോസ് ആകാര വടിവ് കണ്ടിട്ടാണ് പറയണത്. എന്താ പറയണത്? കർത്താവേ, അത് അങ്ങാണെങ്കിൽ പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ അങ്ങാണെങ്കിൽ, അതല്ലേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി, ഞാൻ വെള്ളത്തിന്റെ മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കുക. വരൂ അവൻ പറഞ്ഞു. അതായത് ഇതിൻ്റെ അകത്ത് കർത്താവാണെന്ന് തിട്ടമല്ല, ഈ ഒരു ക്ലോസ് വെച്ചാ പുള്ളി പറയണത്. അങ്ങാണെങ്കിൽ അങ്ങേ എനിക്കറിയാം. എന്താണ്? അതായത് അവിടെ വിശ്വാസങ്ങൾ ഉപരി സ്നേഹമാണ്. കാര്യം കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് കർത്താവ് പത്രോസിനെ വിളിക്കുമെന്ന് പത്രോസ് പ്രീ സപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പം അന്ന് മുതൽ ഇവർ തമ്മിലുള്ള സ്നേഹം തുടങ്ങിയെന്നുള്ള കാര്യം ഉറപ്പായില്ലേ? എന്ത് രസമാണെന്ന സുവിശേഷം. അതായത് ഇവർ തമ്മിൽ നല്ല വൈബാണ്, നമ്മൾ പിള്ളേർ പറഞ്ഞ പോലെ നല്ല വൈബാണ്. അത് കാര്യം അങ്ങാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഒരു കുസൃതി ചോദ്യം ചോദിച്ചാൽ അങ്ങ് എന്നെ ഒഫൻഡ് ചെയ്യത്തില്ലെന്ന് ഇവൻ പ്രീ സപ്പോസ് ചെയ്യുക. എന്താണ്? അങ്ങാണെങ്കിൽ, എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല ഈ ഇരുട്ടത്ത്, അങ്ങാണെങ്കിൽ എൻ്റെ കർത്താവാണെങ്കിൽ എന്നോട് ഞാൻ ഇങ്ങനെ കുസൃതി ചോദിച്ചാലും കർത്താവ് സമ്മതിക്കും. ഇതൊരു മനപ്പൊരുത്തമാണ്, രസമല്ലേ ഇവർ തമ്മിലുള്ള ജീവിതം. അങ്ങാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ മീതെ അങ്ങയുടെ പക്കലേക്ക് വരാൻ എന്നെ വിളിക്കുമെന്ന് പറയും. അപ്പോൾ പറയും, ഈശോ ഒത്തിരി വാത്സല്യത്തെയാണ്, വരൂ എന്നാ പറഞ്ഞത്, വരൂ, കാം. എന്ത് രസമാണ് കേൾക്കാൻ, കാം, ഉടനെ വരൂ. വന്ന് കഴിയുമ്പോൾ പുള്ളി നല്ല ശരിക്കും അങ്ങോട്ട് ആ സ്നേഹത്തിൻ്റെ ഒരു ഒഴുക്കിലങ്ങോട്ട് പുള്ളി കർത്താവിലേക്ക് നടന്ന് ചെല്ലുകയാണ്. പെട്ടെന്നാണ് പുള്ളിക്ക് ഒരു കോൺഷ്യസ് വന്നത്. എന്താണ്? റിയാലിറ്റി കോൺഷ്യസ്. എപ്പോഴും ഹൃദയത്തിൻ്റെ ഒരു പിൻബലം വേണം. എന്താ കാര്യം? അതാണ് അങ്ങാണെങ്കിൽ എന്നെ അടുത്തേക്ക് വരാൻ നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധമേ ഒരു അറിവിൻ്റെ ആസ്പദത്തിൽ വരരുത്, മറിച്ച് ഹൃദയത്തിൻ്റെ ഒരു അറിവായിരിക്കണം, ഹൃദയത്തിൻ്റെ അറിവ്. അപ്പം ഈശോ പറയും, വരൂ, കം എന്ന് പറയും. അപ്പോൾ ആ സ്നേഹത്തിൻ്റെ വൈബിൽ ഈ മനുഷ്യൻ വെള്ളത്തിലേക്ക് കല്ലുപോലെ ചാടി ഇറങ്ങി അങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഈ മനുഷ്യൻ റീസൺ വർക്ക് ചെയ്ത്, അയ്യോ ഇത് വെള്ളമാണല്ല, കാറ്റാണല്ല കണ്ണത്തടിക്കണമെന്ന് പറയുമ്പോൾ ഒറ്റ പൊങ്ങ്. അപ്പം കർത്താവല്ല അങ്ങാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങാണെങ്കിലെന്ന് പറഞ്ഞാൽ തുടങ്ങിയത്, പക്ഷേ പുള്ളി അവസാനിപ്പിച്ച വെള്ളമാണല്ലോ എന്നല്ലാണ് അതോട് വീണത്. ദൈവത്തോടുള്ള ഇടപാടുകളെല്ലാം വിശ്വാസത്തെക്കാൾ ഉപരി അല്ലെങ്കിൽ ബുദ്ധിയേക്കാൾ ഉപരി സ്നേഹത്തിലായിരിക്കണം. സ്നേഹത്തിലെല്ലാം നടക്കും. സ്നേഹം എല്ലാം ക്ഷമിക്കുമെന്ന് പറഞ്ഞ പോലെ സ്നേഹമാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കും, എല്ലാം സഹിക്കും, എല്ലാം അതിജീവിക്കും, ഈ കടലിനെയും അതിജീവിക്കും. പത്രോസിൻ്റെ സ്നേഹമാണ് കടലിനെ അതിജീവിച്ചത്. പക്ഷേ ഇടയ്ക്ക് സ്നേഹം ഉള്ളപ്പോൾ തന്നെ പുള്ളി റീസൺ ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പം അതുകൊണ്ട് എല്ലാ അഭിഷിക്തരോടും അതുപോലെ തന്നെ എല്ലാ ആത്മീയ പ്രവർത്തകരോടും എനിക്ക് പലപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ ഈ പത്രോസിൻ്റെ ആദ്യ ലെവലില്ലേ, ആദ്യ ലെവലിൽ ഇടയ്ക്ക് ആദ്യ ഇമോഷണൽ ലെവലാണ് വർക്ക് ചെയ്യണത്. അങ്ങാണെങ്കിൽ എന്നെക്കൂടി അങ്ങോട്ട് വിളിക്കാൻ പറയും. അപ്പോൾ ഈ കാം എന്ന് പറയണത് ബുദ്ധി ഉപയോഗിച്ചല്ല പറയണത്, സ്നേഹത്തിൽ അവസാനം പറയണത്. പെട്ടെന്നാണ് ഈ മനുഷ്യൻ റീസൺ ഉപയോഗിക്കണത്. അതോടുകൂടി അവൻ ബ്ലൂമായി പോയി, തളപ്പോയി. അപ്പോഴെന്താ പറയണത്? അല്പവിശ്വാസി. അപ്പോഴിപ്പോൾ അവൻ്റെ സ്നേഹത്തെ കർത്താവ് കുറ്റപ്പെടുത്തണില്ല. പക്ഷെ എന്ത് പറ്റി? വിശ്വാസത്തിൽ അവൻ റീസൺ ഉപയോഗിച്ചു എന്നാണ് പറയണത്. വിശ്വാസമാണ്. വിശ്വാസത്തെ പ്രവർത്തനക്ഷമമാക്കുന്നത് ഗലാത്യർ 5:6 അനുസരിച്ചുകൊണ്ട് സ്നേഹത്താലാണ് പ്രവർത്തനക്ഷമമാക്കുന്നത്, പ്രവർത്തനരഹിതമാക്കുന്നത്. അല്ലാതെ വിശ്വാസത്തെ റീസൺ കൊണ്ടല്ല പ്രവർത്തനക്ഷമമാക്കുന്നത്. ഇതുപോലെ തന്നെ തിബേരിയസിൻ്റെ തടാകത്തിൻ്റെ കരയിൽ കർത്താവ് വരുന്നില്ലേ? കർത്താവ് വരുമ്പോൾ എന്താ പറയുക? യോഹന്നാൻ എന്താ പറയണത്? ദാറ്റ് ഈസ് ലോഡ്. അങ്ങ് ആണെങ്കിലെന്നല്ല പറയണത്. അദ്ദേഹം കുറച്ചുകൂടി സ്നേഹത്തിൻ്റെ ഒരു, അതായത് ഡൗട്ട് ഇല്ലാതിരുന്നു. പിന്നെ അത് വെളിച്ചം ഇത്തിരി വെളിച്ചം, എന്നാലും അത് ഇരുട്ടത്താണ്.
ഇരുട്ടത്താണെങ്കിൽ ആ ലോങ് സൈഡിൽ പറയണത് ദാറ്റ് ഈസ് ലോഡ്. എന്നുവെച്ചാൽ കുറച്ച് പത്രോസിനേക്കാൾ കുറച്ച് സംശയം മാറി യോഹന്നാന്. എന്താ പറയുക, ദാറ്റ് ഈസ് ലോഡ് എന്ന് പറയുമ്പോൾ പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. യോഹന്നാൻ 21:7. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ, അതാണ് പ്രശ്നം. യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവെ അങ്ങാണെങ്കിലെന്നല്ല പറയുന്നത്. എന്താണ് അത്? കട്ടൻ്റെ പറയണ എന്താണ്? അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ശിമയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നത് കൊണ്ട് പുറങ്കുപ്പായം എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി. കണ്ട, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണ്? ഇവിടെ പണ്ട് പരാജയപ്പെട്ട പത്രോസ് ഇവിടെ വിജയിക്കുന്നുണ്ട്. പണ്ട് പരാജയപ്പെട്ട എന്താണ്? അങ്ങാണെങ്കിൽ അങ്ങയുടെ അടുക്കിലേക്ക് വരെ എന്നെ അനുവദിക്കാൻ പറഞ്ഞ്, എന്നെ വിളിക്കാൻ പറഞ്ഞ 14:28 മത്തായി സുവിശേഷം. അപ്പോൾ ഈശോ പറഞ്ഞു കാം എന്ന് പറയുമ്പോൾ പത്രോസ് കല്ലുപോലെ സ്നേഹം കൊണ്ട് കടലിനെ കല്ലാക്കി ആ മനുഷ്യൻ നടക്കുക. പെട്ടെന്ന് റീസൺ ഉപയോഗിച്ചു, വെള്ളം നനഞ്ഞു, കാറ്റ് കണ്ണത്തടിച്ചു, അയാൾ ബ്ലുമായി താഴെ വീണു. പക്ഷെ ഇപ്പോഴെന്താ സംഭവിക്കണത്? ഇപ്പം ആ സിറ്റുവേഷൻ പത്രോസ് അതിജീവിച്ചു എന്ത് ചെയ്യണേ? യോഹന്നാൻ പറഞ്ഞു ദാറ്റ് ഈസ് ലോർഡ്. അത് കർത്താവാണ്, ആണെങ്കിലല്ല, ആണെന്ന് യോഹന്നാൻ പറഞ്ഞു. യോഹന്നാൻ്റെ അറിവ് ഷാർപ്പായിരിക്കണം പത്രോസിനേക്കാളും. പക്ഷേ പ്രവർത്തനത്തിൽ അറിവിനെ എന്താണ്? വിശ്വാസത്തിലെ പ്രവർത്തനക്ഷമമായ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ് പത്രോസുള്ളത്. എന്താണ്? അങ്ങാണെന്ന് കേട്ടപ്പോൾ തന്നെ, പണ്ട് കടലിൽ വീണ ആളാണ്, ഇപ്പം കടലോട്ട് ചാടി ആദ്യം കർത്താവിൻ്റെ അടുത്ത് ചെല്ലും. എന്താണത്? അത് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ്. അവിടെ എന്താണ്? റീസൺ ഉപയോഗിച്ചില്ല. അവിടെ യോഹന്നാനാണ് ഇത്തിരി റീസൺ ഉപയോഗിച്ചത്. കൈ നനയാതെ പുള്ളി ഉടുപ്പ് നനയാതെ അണിയത്ത് തന്നെ അവിടെ ഇരിക്കും. ഉടുപ്പ് നനയാതെ അണിയത്തിരുന്ന താക്കോല് കിട്ടത്തില്ല. താക്കോലും കൊണ്ട് പോകണവൻ ആരാണെന്നറിയാവൂ? സഭയെ ഏൽപ്പിക്കണ സ്നേഹത്താൽ പ്രവർത്തനക്ഷമ വിശ്വാസത്തിനാണ്. അയ്യോ, എന്നെ സ്നേഹിച്ചിരുന്ന ശിഷ്യനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കർത്താവാണ് തീരുമാനിക്കുന്നത് തന്നെ ആരാണ് സ്നേഹിച്ചത്. അത് പത്രോസാണ്. അവൻ വെള്ളത്തിലേക്ക് ചാടി നനഞ്ഞ് കുത്തുന്ന അവിടെ ചെല്ലുമ്പോൾ താക്കോല് കൊടുക്കും. നീ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കാൻ പറയും. അതാണ് സുവിശേഷം. സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസം, ദൈവാനുഭവത്തിൻ്റെ ആസ്തി ഭദ്രത ഈ സ്നേഹം സ്വന്തമാക്കുമ്പോഴാണ്. ഈ ദിവസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിൻ്റെ വിശ്വാസത്തിനെ സ്ഥിരീകരിക്കുന്ന സ്നേഹത്തിലായിക്കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ. മക്കളെ, ഇത് ടെക്നിക്കലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഉടമ്പടി. അതെന്ത് സംഭവിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഉൽപ്പത്തി 13:12. ടേക്ക് ദ വേർഡ് ഓഫ് ഗാഡ്. ഉൽപ്പത്തി 13:12. ഉൽപ്പത്തി 13:12. അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. അബ്രഹാം കാനാൻ ദേശത്ത് ഒന്ന് പറഞ്ഞേ. അബ്രഹാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. അവൻ സോദോമിനടുത്ത് കൂടാരമടിച്ചു. സോദോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുൻപിൽ മഹാപാപികളുമായിരുന്നു. അപ്പൊ ഈ ആൾക്കാരുടെ കൂടെയാണ് നീ കൂടാരം അടിച്ചിരിക്കണമെങ്കിൽ നിന്റെ സഹവർത്തിത്വവും സൗഹൃദ വളയുമെങ്കിലും ഉടമ്പടി കിതക്കാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. ഇത് 13:12 ലോത്ത് കൂടാരം അടിച്ചു. എബ്രാഹിം ഹാരാനിൽ കൂടാരം അടിച്ചിട്ട് അവൻ ചെയ്തത് എന്താണെന്നറിയാവോ? അങ്ങനെ വചനമുണ്ട്, ബലിപീഠം നിർമ്മിച്ചെന്ന്. ശ്രുതിയുടെ മക്കളെ, ഉൽപ്പത്തി 13:18 വായിച്ചോളൂ. അബ്രാം തന്റെ കൂടാരം മാറ്റി എബ്രഹാം തന്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി. അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ഇത് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ബലിപീഠം വരുന്നത്. നമ്മൾ ആദ്യം മുതൽ നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെ ബലിപീഠം ഉടമ്പടിയല്ലേ? ഇല്ല, പുതിയ നിയമത്തിൽ ബലിപീഠവും കർത്താവിൻ്റെ പുതിയ ഉടമ്പടിയാണ്. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള നീ എൻ്റെ വചനങ്ങൾ നിർവർത്തിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതാണ് ആ വചനം നിവർത്തിക്കാനും ആ നിവർത്തിച്ചു എന്നുള്ള കാര്യം അനുഷ്ഠാനങ്ങളിലൂടെ ദൈവതിരുസന്നിധി പ്രകടമാക്കാനുള്ള ഒരു മീഡിയമാണ് ഈ ബലിപീഠമായിട്ട് വരണത്. എബ്രാഹിം ഉടനെ കവനൻ്റ് നവീകരിക്കുകയാണ് ചെയ്യണത്. ലോത്തുമായിട്ട് വിട്ടുപോരൂ. ലോത്തുമായിട്ട് പിന്നെ അവനെ സഹകരിക്കത്തില്ല. ലോത്തിന് വിട്ടുപോന്നിട്ട് ഹാരാനിൽ അവൻ കൂടാരം അടിക്കും. ലോത്തിൻ്റെ കൂടാരം അടിച്ചിരുന്നെങ്കിൽ കാര്യം എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ എബ്രാഹിം ഹാരാനിൽ നിന്ന് പോന്നു. അവൻ അവിടെ വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ ജീവിച്ച ആളാണ്.
അങ്ങനെ എബ്രഹാം അല്ലെങ്കിലും ആ നാട്ടുകാർ വൃത്തികെട്ട മനുഷ്യരാണ്. അപ്പം അങ്ങനെയുള്ള മ്ലേച്ഛമായ ദൈവത്തെക്കുറിച്ച് ചിന്തയില്ല, അത് സന്മാർഗ ജീവിതത്തെക്കുറിച്ച് ബോധമില്ല, അങ്ങനെയൊക്കെ ജീവിച്ച ഒരു അച്ചടക്കമില്ലാത്ത ജീവിതത്തിൽ നിന്ന് എബ്രഹാത്തിനെ ദൈവം വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ലക്ഷ്യത്തെ ലോത്ത് എബ്രഹാം തന്നെ അട്ടിമറിക്കും. എന്താ കാര്യം? ലോത്തിനെ കൂടി കൊണ്ടുപോരും. അതാണ് വിഷയം വേണ്ടത്. ലോത്തിനെ കൂടി കൊണ്ടുപോരും. നമ്മളിപ്പോൾ കോവിഡിൻ്റെ മാസ്ക് ഒക്കെ വെച്ച് നടക്കത്തില്ല ആൾക്കാർ ഇല്ലേ? ആ മാസ്കിൽ തന്നെ അണുക്കളുണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? മാസ്ക് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് വിഷയം വേണ്ടത്. മാസ്കിൽ തന്നെ അണുക്കളുണ്ടെങ്കിൽ മാസ്ക് വെച്ചൊരു കാര്യമില്ല. അപ്പോൾ ഈ അണുക്കളുള്ള മാസ്കുമായിട്ടാണ് എബ്രഹാം പോകുന്നത്. ആ ലോത്തിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നിൻ്റെ കൂട്ടുകെട്ട് എന്താണെന്ന് നീ നോക്കണം. ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ കൂട്ടുകെട്ട് എന്താണ്? നിങ്ങൾ അവരുടെ സംസാര രീതികൾ എന്താണ്? അവരെന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? അവരും ചിലപ്പോൾ നിൻ്റെ കൂടെ വന്ന് ഉടമ്പടി എടുത്തെങ്കിലും അവർ പറയും വല്ലപാട് ഇതൊന്നും അവസാനിപ്പിക്കണം, എന്നിട്ട് വേണം അടിച്ചു പൊളിക്കാൻ. അങ്ങനെ ജീവിക്കുന്ന ആ ചിന്ത, ലോകചിന്ത ഉള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ ലോത്തുമാരോട് ഗുഡ് ബൈ പറയേണ്ടി വരും. ലുത്ത് ഗുഡ് ബൈ പറഞ്ഞില്ലെങ്കിൽ ദൈവം അതായത് നീ ദൈവത്തിൻ്റെ ആളാണെങ്കിൽ നിന്നെക്കൊണ്ട് എബ്രഹാത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് വെട്ടിമുറിച്ച് ലോത്തിനെ കളയണം. കണ്ടില്ലേ? ലോത്തിനെ കളയും. എബ്രഹാം വലിച്ചുകൊണ്ട് നടന്നിട്ട് പോലും അവിടെ അടിയുണ്ടാക്കി. നീ ആരെങ്കിലും കൂടെ കൊണ്ടു നടന്നാൽ അവൻ തന്നെ നിനക്ക് പണി തരും. ദൈവത്തിന് നിരക്കാത്ത ബന്ധങ്ങളോ സ്വന്തങ്ങളോ ഉണ്ടാക്കിയാൽ അവരിലും തന്നെ പണി തരും. എബ്രഹാത്തിന് ലോത്തുമായിട്ട് അടിയുണ്ടായില്ലേ? അടിയുണ്ടാക്കിയ വെച്ചാൽ അത് എരന്ന് മേടിച്ച് അടിയാണത്. ഉറപ്പല്ലേ? നിങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തി മാനുഷ്യമായ ഒത്തുതീർപ്പിന് വന്നപ്പോൾ അടി എരന്ന് മേടിക്കും ആൾക്കാർ. എബ്രഹാം അങ്ങനെ അടി എരന്ന് മേടിച്ച ആളാണ്. എന്താ കാര്യം? ലോത്തിനെ കൊണ്ടുപോകുന്നു. അപ്പോൾ ലോത്തിൻ്റെ ഇടയന്മാർ എബ്രഹാത്തിൻ്റെ ഇടയന്മാരും തമ്മിൽ അടിയായി. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി 13:5-6. അവൻ്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ച് പാർക്കുക വയ്യാതായി. അങ്ങനെ അബ്രാമിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. അപ്പോൾ ഈ കലഹം എബ്രഹാം ഇരന്ന് മേടിച്ചതാണ്. മര്യാദക്ക് അവിടെ നിന്ന് ഒറ്റക്ക് പോന്നാൽ മതിയായിരുന്നു. ഈ കാണ്ടാമൃഗത്തിനെ കെട്ടിയെടുത്തുകൊണ്ട് പോരേണ്ട ഒരു കഥയും ഇല്ലായിരുന്നു. അപ്പോൾ വിളിച്ചുകൊണ്ട് പോകുന്ന ഇപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ ചില എന്തുകൊണ്ടാണ് ചില മലയാളികൾ ഗൾഫിലും കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ടുപോകാത്തത്? എന്താണ്? ഇവൻ അവിടെ വന്ന് ഇവനായിട്ട് തന്നെ പണി കൊടുക്കും. എത്ര പേർക്കാണ് പണി കിട്ടിയിരിക്കുന്നത്? അപ്പോൾ കൊണ്ടുപോകുമ്പോൾ നേരത്തെ നിങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കണത് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്, പക്ഷേ നീ വന്ന് അവിടെ വന്ന് എനിക്കിട്ട് പണി ചെയ്യരുത്. എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ ഇവൻ ഈ കൊണ്ടുപോകണവന് വിദ്യാഭ്യാസം ഉണ്ടാകും കൂടുതൽ, മറ്റൊരു കൊണ്ടുപോയവന് വിദ്യാഭ്യാസം കുറവായിരിക്കും. ഇവൻ അവിടെ ചെന്നിട്ട് ഇവൻ മാനേജറാകും. മാനേജറായിട്ട് ഇവനെ എങ്ങനെയും പുറത്ത് പോച്ച് അടിക്കാനായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മ്ലേച്ഛന്മാരായ മനുഷ്യർ ലോകത്ത് ഇത്തിരി ഉണ്ടാകും. ലോത്തുമാരുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവം നിന്നോട് വരാൻ പറയുമ്പോൾ നീ ആണ് വരേണ്ടത്. പിന്നെ ദൈവത്തെ നിരക്കാത്തവരെ വലിച്ചു കയറ്റി നിൻ്റെ കൂടെ കൊണ്ടു നിർത്തരുത്. എന്ന് വെച്ചാൽ നിന്നെ ദൈവത്തിൽ നിന്ന്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരനെ സ്നേഹിക്കേണ്ടെന്നല്ല, നിന്നെ ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യതയുള്ളവരെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. കാര്യം അവന് ഇംഗ്ലണ്ടിൽ ഒരു പരിചയമില്ല, ഒരു പിടിപാടും ഇല്ല. അപ്പോൾ അവന് ഇംഗ്ലണ്ടിൽ പോകണം. അവന് വിസ എല്ലാം ഒക്കെയായി, പക്ഷെ താമസ സ്ഥലം ഒക്കെ ആയില്ല. അപ്പോൾ ആ മാതാവിൻ്റെ അടുത്ത് വന്ന് കണ്ണീരിട്ട്, മാതാവേ എനിക്ക് താമസിക്കാൻ ഒരു പരിചയമില്ല, ഞാൻ എൻ്റെ നാട് തന്നെ വിട്ട് ഒരിടത്തും പുറത്ത് പോയിട്ടില്ല, പിന്നെ ഞാൻ ഇംഗ്ലണ്ടിൽ പോയിട്ട് ഇവിടെ പോയി താമസിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ മാതാവിൽ നിന്ന് കരചെയ്യാൻ. അപ്പോൾ അമ്മയുടെ രീതി എന്ന് വെച്ചാൽ അമ്മയുടെ എല്ലാ സ്റ്റോക്ക് ഉണ്ടല്ലോ, അമ്മ ഇങ്ങനെ കലവറ കാണിച്ചു കൊടുക്കും. ഉടനെ അമ്മ അവനൊരു ഇൻറ്റിമേഷൻ കൊടുത്തു, നീ ചുമ്മാ UK ഫ്രണ്ട്സിൻ്റെ ഇൻ്റർനെറ്റിലൊന്ന് സെർച്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു സെർച്ചിൽ ഒരു ചേട്ടായിയെ കണ്ട്. അപ്പോൾ ഉടനെ ചേട്ടായി പണ്ട് ഇവൻ്റെ കൂടെ പ്രവർത്തിച്ചതാണ് ഈ ജീസസ് യൂത്തിൽ. അപ്പോൾ ഇവൻ പറഞ്ഞ്, ചേട്ടായി ഞാൻ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് താമസിക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഉടനെ ചേട്ടായി പറഞ്ഞു, നീ എളുപ്പം കയറി പോരൂ, നമ്മളിവിടെ 3 ക്രിസ്ത്യൻസാണ് ഉള്ളത്, 5 പേരുണ്ട്, 2 പേര് നോൺ ക്രിസ്ത്യൻസാണ്, 3 പേര് ക്രിസ്ത്യൻസാണ്. എൻ്റെ കാറിലാണ് അവരെ ഞാൻ പള്ളി കൊണ്ടുപോകുന്നത്, നിന്നെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം, എളുപ്പം വരാം പറയാം. അപ്പോൾ പെട്ടെന്നാണ് എൻ്റെ മക്കൾ, നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ ഉടമ്പടി ഉപ്പ് നോക്കാൻ വന്നാൽ മിക്കവാറും ചുണ്ട് നോക്കി തമ്പരാൻ നല്ല വീക്ക് തരാൻ സാധ്യതയുണ്ട്. അത് ദൈവത്തെ പരീക്ഷിക്കാൻ വരിക. മറിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ദൈവമേ നീ മാത്രമേ ഉള്ളൂ, നീ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടാത്തവനായി ജീവിക്കും എന്ന് പറഞ്ഞ് കണ്ണീരിട്ട് കഴിഞ്ഞാൽ കർത്താവ് ചൂണ്ടിക്കാണിച്ചു തരും. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. അപ്പം അങ്ങനെ പെട്ടെന്ന് എല്ലാം സെറ്റാവും. ദൈവത്തിൻ്റെ ഒരു വിടലെന്ന് വെച്ചാൽ ഉടനെ ചിറക് കിട്ടണം. ആ ചേച്ചിയുടെ മെസ്സേജ് എന്താ? വളരെ കുഴഞ്ഞു മറിഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് പാറമേൽ ദൈവം കയറ്റി നിർത്തിയിട്ട് 2 ചിറക് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡാക്കിയെന്ന് എൻ്റെ അർത്ഥം. നിൻ്റെ ജീവിത പ്രശ്നങ്ങളെ പെട്ടെന്ന് സ്പീഡാക്കും. പക്ഷേ എങ്ങനെയാണ് സ്പീഡാകണത്?
അതറിയണം. വെറുതെ കുത്തിയിരുന്ന സ്പീഡാകത്തില്ല. പാറ 7:24 വർക്ക് ചെയ്യണം അവിടെ. ദൈവവചനം കേൾക്കണം, പിന്നെന്താണ്, അതനുസരിച്ച് ജീവിക്കണം. അപ്പോഴേ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യൻ തുല്യനാണ്. അതായത് ടാപ്പിംഗ് ഓഫ് ഗ്രേസ് ഒരു ഇൻ്റലക്ച്വൽ ബിസിനസ്സാണ്. മനസ്സിലായോ? ടാപ്പിംഗ് ഓഫ് ഗ്രേസ്, കൃപ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, റബ്ബർ ടാപ്പിംഗ്, ചർമ്മ ഊറ്റിയെടുക്കുക എന്നാണ് പരിപാടി. അതുപോലെ നമ്മൾ ഉടമ്പടിയിൽ ഗ്രേസ് ടാപ്പിംഗാണ് നടക്കുന്നത്, കൃപ കളക്ട് ചെയ്യണതാണ്. അത് ഒരു ഇമോഷണൽ വിഷയമല്ല. ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണെന്ന്, അത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ എന്തുമാത്രം നിങ്ങൾ അത് ചെയ്യുന്നു, എന്തുമാത്രം ചെയ്യുന്നു, ബുദ്ധിപരമായിട്ട് ആ വിഷയം ചെയ്യുന്നു, ചൊല്ലിയത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ എന്തുമാത്രം ചെയ്യുന്നു അതനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ഗ്രേസ് കലിബർ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ശ്രുതികട്ടെ ഹല്ലേലൂയ. വചനം കേട്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി വചനം നടപ്പിൽ വരുത്തുവാനുള്ള വലിയ അഭിഷേകം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള വെളിപ്പെടുത്തല് കവനൻ്റ് അഫെയർ ഈസ് ഇൻ്റലക്ച്വൽ ബിസിനസ്. അതാണ് വിഷയം. എന്താണ്? ബുദ്ധിമാനായ പാറമേൽ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. എന്താ? ഇപ്പോൾ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് ഒരു ഇമോഷണൽ ബിസിനസ് അല്ല, ഒരു വൈകാരികമായിട്ടുള്ള വിഷയങ്ങളല്ല. മറിച്ച് എന്താണ്? അത് ബുദ്ധിപരമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്, ഭൗതികമായ ഒരു നിക്ഷേപ രീതിയാണ്. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇവിടെ ഉടമ്പടിയിൽ എന്താ ഉള്ളത്? സിമ്പിളല്ലേ? ഉടമ്പടിയിൽ നമ്മളിപ്പോൾ കാത്തലിക്സിന് അറിയാമെങ്കിൽ അറിയാം, നമ്മൾ വേദപാഠത്തിൽ പഠിച്ച കാരുണ്യപ്രവൃത്തികളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇന്നത് എക്സ്ട്രായിട്ട് വല്ലതും ഉണ്ടോ? ഒരു ദുർവഹമായ ചുമടുകൾ മാതാവ് നിങ്ങളുടെ പെടലേക്ക് ഇട്ട് വെച്ചിട്ടില്ല. ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ അവൻ ഈ ഭൂമി ജീവിക്കുമ്പോൾ കാരുണ്യപ്രവൃത്തികൾ ചെയ്യണം, രോഗികളെ സന്ദർശിക്കണം. ക്ലിയർ അല്ലേ? കർത്താവിൻ്റെ ഭാഷ പറഞ്ഞ് അത് ബന്ധുക്കളല്ല, ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെയാണ് കൂടുതൽ സന്ധിക്കേണ്ടത്. പിന്നെ അവരാരും സന്ധിക്കും? ഓരോരുത്തരും അവരുടെ ബന്ധുക്കളെ മാത്രം സന്ധിച്ചു കഴിഞ്ഞാൽ അത് മാനുഷികമാണ്. ഇപ്പോൾ ചില വിശ്വാസങ്ങളിൽ അവരുടെ സഹോദരന്മാരുടെ മാത്രമല്ല അവർക്ക് കൂറുള്ളൂ, സ്നേഹമുള്ളൂ. പക്ഷേ ക്രിസ്ത്യാനിറ്റി അങ്ങനെയല്ല, ശത്രുവിനോടും കൂറ് കാണിക്കണം. അതാണ് ദൈവികത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന വിഷയം എന്ന് പറയുമ്പോൾ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ പ്രതിഫലത്തിന് എന്താണ് അവകാശം? കർത്താവ് ചോദിക്കണില്ലേ പ്രതിഫലത്തിന് എന്താണ് അവകാശം? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നേരിട്ട് റിട്ടേൺസ് ഒന്നും ഇല്ലാത്ത വിഷയങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അതാണ് സിമ്പിളും. ഉടമ്പടി ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള സ്ഥലം. നമുക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ഈ റിട്ടേൺസ് ഇല്ലാത്ത. എന്താ അങ്ങനെ പറഞ്ഞെന്നറിയാമോ? നിങ്ങൾ വസ്ത്രം വാങ്ങിച്ചു, ഇപ്പോൾ നിങ്ങൾ കുറേ വസ്ത്രം കൊണ്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു ഓപ്പൺ കൗണ്ടർ ഇടാൻ പോകുകയാണ്. അപ്പോൾ നിങ്ങൾ കൂട്ടത്തിൽ തന്നെ പാവപ്പെട്ടവർ കാണത്തില്ലേ, ഇല്ലേ? അവർക്ക് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാം, ഞങ്ങൾക്ക് എൻ്റെ മകൾക്ക് സ്കൂളിൽ പഠിക്കുകയാണ്, എൻ്റെ പപ്പായ്ക്ക് ഇന്ന ജോലിയാണ്, ഉടുപ്പ് കുറവാണ്. അപ്പോൾ ഉടുപ്പുണ്ടെങ്കിൽ അപ്പം നിങ്ങളുടെ പേര് എഴുതിയിട്ട് നിങ്ങൾ കയറി നോക്കാൻ പറയും. 10,000 ഉടുപ്പ് ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉടുപ്പ് എടുക്കാൻ പറയും. അതാണ് ഇപ്പോഴത്തെ. ഇനിയിപ്പോൾ അടുത്ത മാസം മുതൽ അത് വർക്കൗട്ട് ചെയ്യും. നമ്മൾ മുറികളൊന്നും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്നവർ തന്നെ ഇവിടെ ഇപ്പോൾ ഒത്തിരി ഉടുപ്പുകൾ നമുക്ക് തരുന്നുണ്ട്, ആൾക്കാർ കൊണ്ടുവന്ന് പുതിയ ഉടുപ്പുകളാണ് പലതും തരുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പാവപ്പെട്ടുണ്ടാകത്തില്ലേ? അപ്പോൾ അവരങ്ങനെ കയറി നോക്കി അതിൻ്റെ അകത്തൊരു പോക്കണം കേട്ടെന്ന് വിചാരിക്കരുത്. എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടുപ്പല്ലേ, അല്ല ജോസഫത്തിൻ്റെയും കൃപാസത്തിൻ്റെ ഉടുപ്പല്ലല്ല, എൻ്റെ ദൈവത്തിൻ്റെ ഉടുപ്പല്ലേ, ഞാൻ തന്നെ. അത് അങ്ങനെ ചിന്തിച്ചാൽ മതി, വേറെ ചിന്തിക്കേണ്ട, മനുഷ്യമായി ചിന്തിക്കേണ്ട കാര്യമില്ല. എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടുപ്പാണ്, അത് ഞാൻ നോക്കട്ടെ എന്ന് നോക്കിയിട്ട് നിങ്ങൾ നോക്കണമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഉടുപ്പ് ആർക്കാണ് പറ്റുന്നത് അതുണ്ടെങ്കിൽ നോക്കി എടുത്തിട്ട് ഡിനോട്ട് ചെയ്ത് പോകണം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് നിങ്ങളുടെ പേരിൽ പൊതിഞ്ഞ് വെച്ചേക്കും, നിങ്ങൾക്ക് ഈസിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അത് തന്ന ആൾക്കാരുടെ ബന്ധുക്കൾക്കല്ല നമ്മൾ കൊടുക്കണത്. അല്ല, ദൈവത്തിൻ്റെ ബന്ധുക്കൾക്കാണ് കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലേ? ദൈവത്തിൻ്റെ ബന്ധുക്കൾക്കാണ് അത് കൊടുക്കുന്നത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റായി, ബുദ്ധിപരമായ നിക്ഷേപമായി. കാര്യത്തിൽ നിങ്ങൾക്ക് റിട്ടേൺസ് ഇല്ലല്ല, നിങ്ങൾക്ക് അതിൽ നിന്ന് നേരിട്ട് കിട്ടണില്ല. അപ്പോൾ നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്ന ആൾക്കാരല്ലേ, ആവശ്യത്തിന് ദാനധർമ്മം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾക്ക് ഡയറക്റ്റ് റിട്ടേൺസ് ഉണ്ട്. കാര്യം എന്താണ്? ഒന്നുമില്ലെങ്കിൽ പള്ളിയിൽ പോകാനെങ്കിലും അവരെ കൂട്ടുവരുമല്ല നിങ്ങളുടെ കൂടെ. അതാണ് പ്രശ്നം. അതപ്പോൾ എന്തെങ്കിലും ഡയറക്റ്റ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്, ഭൗതികമല്ല. അതൊരു വൈകാരികമായ. അപ്പം നിങ്ങളെ നാളെ സഹായിക്കും. നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് മാത്രം നിങ്ങൾ സഹായം കൊടുത്താൽ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്, വൈകാരിക നിക്ഷേപമാണ്, റീഫണ്ട് ചെയ്യത്തില്ല. അതാണ് വിഷയം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ വചനം കേട്ടിട്ട് പാറമേൽ ഭവനം പണിയുന്ന ബുദ്ധിമാനായ മനുഷ്യന് തുല്യമാണ്. ഉടമ്പടി ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് റിട്ടേൺസ് വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് കിട്ടത്തില്ല, ദൈവത്തിൽ നിന്ന് നേരിട്ടേ കിട്ടത്തുള്ളൂ.
അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇവിടെ വേണ്ടത്. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോണതും രോഗികളെ കാണുന്നതും കയ്യിലുള്ള മടക്ക് അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൊടുക്കുന്നതും എല്ലാം അവർ നമുക്കറിയത്തില്ല. ഇനി ജന്മത്തിൽ അവർ കാണാനും പോണില്ല. അത് ബുദ്ധിപരമാണ്. അത് ബുദ്ധിമാനായ മനുഷ്യനെന്ന് ഈശോ പറഞ്ഞ കാര്യം അതാണ്. എൻ്റെ വചനം കേൾക്കുകയും അത് ജീവിക്കുകയും ചെയ്യുന്നവർ പാറമേൽ പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യ തുല്യനാണ്. ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്, വൈകാരികമല്ല, ബന്ധു സഹജമല്ല ആ വിഷയം. അപ്പം അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ കൗണ്ടർ പാർട്ട് ദൈവം മാത്രമാണ്, മനുഷ്യനല്ല. നമ്മൾ സഹായിക്കുന്നത് ആരെയാണ്? ദൈവത്തെയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സഹായിക്കണത്? എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സഹായിക്കണത്? ആ ഇൻ്റലിജൻ്റ് ക്വസ്റ്റ്യനാണിത്. ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സഹായിക്കണത്? കാരണം നമുക്ക് ബന്ധം സ്വന്തമല്ലാത്ത ആൾക്കാർക്കാണ് നമ്മുടെ സഹായം കൊടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടി തന്നെ അല്ല സഹായം കൊടുക്കണം, ദൈവത്തിനാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സഹായിക്കാൻ കാരണം? അങ്ങനെ സഹായിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മരിയൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു മരിയൻ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതാണ്. അമ്മ മാതാവിൻ്റെ ഒരു രീതികളുണ്ട്. എന്നുവെച്ചാൽ അമ്മ മാതാവിൻ്റെ രീതി എന്ന് വെച്ചാൽ, ഉദാഹരണത്തിന് ഇപ്പോൾ അമ്മ ഓരോ കാര്യം ചെയ്യും. ഇപ്പോൾ വേദപാഠ പുസ്തകത്തിലുണ്ട്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു, രോഗികളെ സന്ദർശിക്കുക, മരിച്ചവരെ അടക്കുക. അപ്പോൾ നമ്മൾ അടക്കാൻ ചെയ്യുമ്പോൾ മണ്ണിടത്തില്ലേ? അതൊക്കെ മരിച്ചവരെ അടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്ത കാരുണ്യ പ്രവൃത്തിയാണ്. അല്ലാതെ അവരോട് ബന്ധം പിരിയണം, മണ്ണാങ്കട്ടയും കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ ചുമ്മാ അലവലാദികൾ ആരോ പറഞ്ഞ പ്രവൃത്തി. സംഭവം മരിച്ചവരെ അടക്കുക എന്നുള്ള പുണ്യപ്രവൃത്തിയാണ്. ആ മരിച്ചവരെ അടക്കാൻ നമുക്ക് പറ്റണത് ഒരു തവി മണ്ണെടുത്ത് അതിൻ്റെ തിടുകയാണ്. അത് പുണ്യപ്രവൃത്തിയാണത്, മരിച്ചടക്കുക. അത് കാരുണ്യ പ്രവൃത്തിയാണ്. പക്ഷേ കാരുണ്യ പ്രവൃത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചില പിള്ളേരെ കുടിക്കലൊക്കെ ചെല്ലുമ്പോൾ ഞാനും ഒരു 10,700 ചവടത്തിട്ടുണ്ട്. അപ്പോൾ ചില പിള്ളേരോടെ വന്നിട്ട് വാരി എറിയണ കാണാം. അടക്കി കഴിയുമ്പോഴേ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടാകുമല്ലോ അടക്കണ സ്ഥലത്ത്. അപ്പോൾ അവർ കുഴിക്കാനുള്ള മണ്ണ് വാരി ഇടും. അവർക്ക് എന്ത് വല്ല പൊത്തും ബോധമുണ്ട്. ഇങ്ങനെയും നമുക്ക് കാരുണ്യ പ്രവൃത്തി ചെയ്യാം. മനസ്സിലായില്ല? മരിച്ചവരെ അടക്കുന്ന പോലെ വാരി ഇടാം. അതല്ല, അങ്ങനെയുള്ള അഭ്യാസങ്ങളല്ല സംഭവം. മരിയൻ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയണത്, ഇപ്പോൾ അമ്മ യേശുവിനെ സ്വീകരിക്കാനും യേശുവിനെ കൊടുക്കാനും ഒരു മരിയൻ മെത്തേഡ് നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ കാര്യം? എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്തെല്ലാം ഇവരെന്നാ ഈ പെട്രോൾ അടിക്കുന്ന സ്ഥലത്ത് മൊബൈൽ ഓഫ് ചെയ്യാൻ പറയത്തില്ലേ? അല്ലേ? പെട്രോൾ അടിക്കുന്ന സ്ഥലത്ത് നമ്മൾ മൊബൈൽ ഓഫ് ചെയ്യാൻ പറയും. ഇതുപോലെ ഇന്ധനം നിറക്കുന്ന സമയത്തൊക്കെ അമ്മ നിശബ്ദയായിരിക്കും. പവർ അടിക്കുന്ന സമയത്തേ അമ്മ നിശബ്ദമായിരിക്കും. ബൈബിൾ എന്താ പറയണത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നാണ് പറയണത്. ഇന്ധനം നിറയ്ക്കണം എന്നർത്ഥം പവർ ആർജിക്കുകയാണ്. അമ്മ ഒന്നാമത്തെ ഇവർ ബോധജ്ഞാനത്തിന് സിംഹാസനമാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഉടമ്പടി ഇത്രയും ഇടിവെട്ട് കത്താൻ കാര്യം ഇടിവെട്ട് സ്പിരിച്വാലിറ്റിയാണ്, മരിയ സ്പിരിച്വാലിറ്റിയാണ്. എന്താ കാര്യം? ഇവർ ഇന്ധനം നിറക്കുന്ന സമയമൊക്കെ അവർക്ക് നല്ലവണ്ണം അറിയാം. അവരോട് പിച്ചുമയും പറഞ്ഞ് എന്നോട് അങ്ങനെ ചെയ്തില്ലേ, എന്നോട് പറഞ്ഞത് യാക്കൂബിൻ്റെ ഗോത്രത്തിൽ വലിയവനായിരിക്കും, ദാവീദിന് സിംഹാസനം തരും, ആനക്കൂനൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യത്തൊടുത്താണല്ലോ കിട്ടിയത്. അങ്ങനെ ഡയലോഗ് ഒന്നും ഫിറ്റ് ചെയ്യാതെ മര്യാദയ്ക്ക് ഇന്ധനം ആ സമയത്ത് അപ്പൻ പറഞ്ഞ കാര്യങ്ങളും മൗനമായിട്ട് സ്നേഹത്തോടെ. ഇവിടെയാണ് പ്രോബ്ലം. കാറ്റക്കിസം പുസ്തകം വായിച്ചാൽ നമ്മളാരും വിശുദ്ധരാകത്തില്ല. മരിയം പുസ്തകം വായിക്കണം. കാറ്റക്കിസം പുസ്തകത്തിലെ കാരുണ്യ പ്രവൃത്തികൾ സാങ്കേതികമായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ മരിയം പുസ്തകത്തിലെ അമ്മ ഇതെങ്ങനെ ചെയ്തത്? അമ്മ ആ ജോലി ചെയ്തത് ഔട്ട് ഓഫ് ലവ്, ഔട്ട് ഓഫ് ഫെയ്ത്ത്, ഔട്ട് ഓഫ് ഫിഡലിറ്റി, ഔട്ട് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. 4 കാര്യങ്ങളിലാണ് അമ്മ ഇത് ചെയ്തിരിക്കുന്നത്. ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങളും അമ്മ ചെയ്ത പോലെ ചെയ്യണം. അപ്പോഴാണ് ഈ സംഭവം പാറമേൽ കയറ്റി നിർത്താൻ പറ്റണത്. അപ്പോഴാണ് ഈ ചിറകടിക്കണത്. മനസ്സിലായില്ലേ? ഇതിൻ്റെ ടെക്നിക്കാലിറ്റി മനസ്സിലാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്താ ചെയ്തത്? അമ്മ ഈജിപ്തിലോട്ട് പോകാൻ പറയുമ്പോഴും ആൾ ചൊരക്കുഞ്ഞിനെയും കൊണ്ട് പായും. പക്ഷേ ആരോടും പരാതി പറയത്തില്ല. അവരോട് അവസാനം അത്യുന്നതിൻ്റെ പുത്രനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു അതിൻ്റെ പുത്രനെ പുള്ളിക്കാരത്തെ തന്നെ രക്ഷിക്കാൻ വേണ്ടി 4 കാലേബിന് ഓടേണ്ട ഒരു അവസ്ഥ വന്നില്ലേ? അപ്പോൾ വിശ്വാസം ജീവിതമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. വിശ്വാസത്തിൽ കേട്ടതും വചനത്തിൽ കേട്ടതെന്ത്, ജീവിതത്തിൽ നടക്കണതെന്ത് തമ്മിൽ കടലും കടലാടിയും പോലെ ബന്ധമില്ലാത്തപ്പോൾ ഇവർ പൂർണ്ണ നിശബ്ദത പാലിച്ചിട്ട് ഇന്ധനം നടക്കുന്ന നിശബ്ദത പാക്ക് ചെയ്യും. അത് അതിമനോഹരമായി. അമ്മ എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത്? അമ്മ എന്തുകൊണ്ടാണ് ഈ നിശബ്ദത പാലിച്ചപ്പോൾ അമ്മ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബുദ്ധി എന്താണ്? അതായത് ഇന്ധനം നിറക്കുകയാണ്, അപ്പായുടെ ശക്തി നിറക്കുകയാണ്, അപ്പായുടെ കൃപ നിറയുകയാണ്. അത് അവിടെ പാലിക്കേണ്ടത് സമർപ്പണമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങനെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അതാണ് നിശബ്ദതയുടെ അടിസ്ഥാനം. ഇതാ കർത്താവിൻ്റെ ദാസി. ഓരോ ചെയ്ത്തിലും അമ്മ പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നത് ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോഡ്. ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ ദൈവത്തിൻ്റെ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോഡാണ്, ദൈവത്തിൻ്റെ ദാസനാണ്. അവരധികം സംസാരിക്കുകയില്ല. എൻ്റെ ദാസൻ സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? അവൻ ചതഞ്ഞ് ഞാൻ കണ്ണ് ഒടിക്കത്തില്ല, പുറഞ്ഞ തിരിക്കെടുത്തത്തില്ലെന്ന് ഐസയ 53:7 പറയുന്നില്ലേ? അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതെങ്കിലും വൈരുദ്ധ്യാത്മകമായിട്ടുള്ള അനുഭവങ്ങൾ കാരണം ദൈവമായിട്ട് നിങ്ങൾ യുദ്ധത്തിന് പോകരുത്. ഇറ്റ് ഈസ് നോൺ സെൻസ്.
ഇറ്റ് ഈസ് ഇമോഷണൽ. അത് ഒരു അയുക്തികമാണ്, അതേസമയം തന്നെ വൈകാരികമാണ്. പക്ഷേ യു മസ്റ്റ് ഹാവ് മരിയൻ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഇൻ്റലക്ച്വൽ. നിങ്ങൾക്ക് മാതാവിനെ പോലെയുള്ള ഒരു നിക്ഷേപ മാനസികാവസ്ഥ ഉണ്ടാകണം, അത് ബുദ്ധിപരമാണ്. എന്താണ് ഇപ്പോൾ തന്നെ 119 സങ്കീർത്തനം 11 വാക്യം വായിക്കുക, ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 119 സങ്കീർത്തനം 11 തിരുവചനം. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞാൽ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതാ സംഭവം. അതായത് ദൈവം പറഞ്ഞ ഓരോ വചനവും ജീവിതത്തിൽ നടക്കാതെ വരുമ്പോൾ അത് ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ളതാണ്. അല്ല പിച്ചുമ്പയും പറഞ്ഞ് എന്നോട് അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയല്ല പറഞ്ഞത്, അവ യാക്കോബിൻ്റെ കൊത്ത് വലിയവനായിരിക്കുന്നു പറഞ്ഞല്ല, ദാവീദിൻ്റെ സിംഹാസനത്തിൽ രാവെന്ന് പറഞ്ഞില്ല, എന്നിട്ട് ചാണാത്തൊഴുത്തിലല്ല വന്ന് കിടക്കണത്. ഇങ്ങനെയൊന്ന് ഡയലോഗ് അത് ഇമോഷണൽ വിഷയമാണ്. അങ്ങനെയല്ല, അത് ഇൻ്റലിജൻ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. എന്താ കാര്യം? ഒന്നുകൂടി വായിച്ചാൽ വചനം. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന്. ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ദൈവത്തിനെതിരെ പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാര്യം ദൈവം പറഞ്ഞതും നമുക്ക് സംഭവിക്കണം തമ്മിൽ രാത്രിയും പകലും പോലും വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ സാധ്യതയുണ്ട്, പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനം 119:11 പറയണത്. പറഞ്ഞോളൂ. ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നാ പറയണതേ. അതാ പക്ഷേ 2:19, 2:52 ലൂക്കാന്റെ സുവിശേഷം. മേരി എല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചു. എന്തിനാണ് സൂക്ഷിച്ചത്? അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞ് എന്റെ വിരുദ്ധ അനുഭവങ്ങളെ, വിശ്വാസ വിരുദ്ധ അനുഭവങ്ങളെ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു. നെക്സ്റ്റ് വേർഡ് ഓഫ് ഗോഡ്, ടേക്ക് ഇറ്റ്. പറഞ്ഞോളൂ, അടുത്ത വചനം. കർത്താവേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനങ്ങളെ എന്റെ അധരങ്ങൾ പ്രഘോഷിക്കും. അപ്പൊ ഈ ഹൃദയത്തെ സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരർത്ഥം അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കുക കൂടിയാണ്. അതായത് പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാര്യം ദൈവം നമുക്ക് തരുന്ന ഓഫറും നമ്മുടെ അനുഭവങ്ങളും തമ്മിൽ രാത്രിയും പകലും പോലെ വാളും പരിചയവും ഓങ്ങി നിൽക്കും. അപ്പോൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് അവിടെ ഉള്ളത്. അങ്ങനെ സംഗ്രഹിക്കാൻ സംഭവിക്കണമെന്ന് വെച്ചാൽ നാക്കിട്ടടിക്കരുതെന്ന് അർത്ഥം. മനസ്സിലായ? നാട്ടുകാരെ വിളിച്ച് പറയരുത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ, അവരോട് അവരുടെ അഭിപ്രായങ്ങൾ തിരക്കി. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഉടനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് തിരക്കി പിടിച്ച് അവർ മൊബൈലിൽ വിളിച്ചിട്ട് അവർ പറയണം. അപ്പോൾ അവർ പറയും, ഉള്ള നീയാടി വായിട്ട് കൊന്നും കേട്ട് കിടക്കുക, എൻ്റെ അടുത്താണ് ഈ നമ്പർ കാണിക്കണമെങ്കിൽ 8 2 പല്ലപ്പത്തേക്ക് താഴെ നമുക്കിടെ ഉപദേശം അതല്ലേ. ഇങ്ങനെയുള്ള പേപ്പട്ടികളുടെ വലിയൊരു ഉപദേശം ചോദിക്കുക. അതുകൊണ്ടാണ് അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഇങ്ങനെയുള്ള പേപ്പട്ടികളോട് സംസാരിക്കുന്നതിന് പകരം അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തെ സംഗ്രഹിച്ചു. ദാറ്റ് ഇസ് മരിയൻ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് മാതാവ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു കാര്യം വ്യക്തമാണ്, അതായത് ഒന്നുറങ്ങിയോണ്ട് നേരെ വിളിക്കത്തില്ല. കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കും. കഴിഞ്ഞ ധ്യാനത്തിൽ എന്താ ഈശോ പറഞ്ഞത്? ചില വചനങ്ങൾ ഞാൻ ഈ ഭൂമി വെച്ച് അവരോട് പാലിക്കത്തില്ല, പക്ഷെ അവരോട് നീ പറയണം. അത് പാലിക്കുന്ന ഒരു സമയത്ത് അവർ കൃപയുടെ സാമ്രാട്ടുമാരായി മാറും. കൈയിടിച്ച് കർത്താവ്